കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നിമിഷ പ്രിയ വിഷയത്തിൽ യമനിൽ നടത്തിയ ഒരു ഇടപെടലിനെ വളരെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സംഘപരിവാർ പ്രൊഫൈലുകളും അതോടൊപ്പം തന്നെ ആ, നാസ്തിക മോർച്ച പ്രൊഫൈലുകളുമെല്ലാം. അതിൻ്റെ ആദ്യപടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ ഹൂത്തി വിമതരുമായിട്ടുള്ള ബന്ധം, ഹൂത്തി ഭീകരരുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം എന്നൊക്കെയുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജ്. നമുക്ക് ആദ്യം തോന്നിയത് ഇതൊരു ഒറ്റപ്പെട്ട മെസ്സേജാണ് എന്നാണ്. പിന്നീട് സംഘപരിവാർ പ്രൊഫൈലുകൾ ഒന്നിച്ചൊന്ന് വരികയാണ്. ഈ വാർത്താ ചാനലുകളുടെയൊക്കെ കമൻറ്റ് ബോക്സുകളിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ആവശ്യമാണ്. അവർക്കപ്പോൾ നിമിഷാപ്രിയ വിഷയത്തിലെ മോചനമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നുമല്ല അവരുടെ ആ ഒരു സമയത്തെ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് ആവശ്യം ഇപ്പോൾ ഈ വിഷയത്തിൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിൽ അവർ അസ്വസ്ഥരാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതനാണ്, അദ്ദേഹം ഒരു സുന്നി പണ്ഡിതനാണ് എന്നതുകൊണ്ടാണ്. ഇവിടെ സംഘപരിവാറിന് മാത്രമല്ല, സുന്നി ആശയധാരയ്ക്ക് എതിരായിട്ടുള്ള ചില മൂവ്മെൻറ്റുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത് വ്യക്തികളായിട്ടും അത് പലപ്പോഴും സംഘടിത സ്വഭാവത്തോട് കൂടിയിട്ടുമൊക്കെ പലപ്പോഴും പുറത്ത് ചാടാറുണ്ട്. ഇതിൽ സംഘടനാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ തരത്തിലുള്ള കാര്യങ്ങളോ വന്നിട്ടില്ലെങ്കിൽ പോലും ഇവരുടെയൊക്കെ ഒരു സൈലൻ്റ് സെല്ലുകൾ പലപ്പോഴും ഉണ്ട്. അത് ചിലപ്പം വ്യക്തികളാകാം, ചിലപ്പോൾ ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളാകാം. അത്തരം പ്രൊഫൈലുകളൊക്കെ ഇതിനെതിരെ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വാസ്തവമാണ്. ചില ആളുകൾ യമനിലുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരൻ തലാലിൻ്റെ സഹോദരനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമൊക്കെ ആയിട്ട് വീഡിയോ കോൺഫറൻസ് ഒക്കെ ഉണ്ടാക്കി നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ അപ്ഡേഷൻ, അവരുടെ ഒരു കണ്ടെത്തൽ എന്ന രീതിയിൽ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം യമൻ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു ഭരണകൂടമോ സംവിധാനമോ ഒന്നുമല്ല അവിടെയുള്ളത്. അവരുടേതായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അവർക്ക് ഗോത്രങ്ങൾക്കാണ് അവിടെ പ്രാമുഖ്യമുള്ളത്. അതിൽ തന്നെ ആ നാട്ടിലെ പ്രമുഖർ, പ്രമാണിമാർ, അത് പണ്ഡിതന്മാർ, ഇവർക്കൊക്കെയാണ് അവരെ സ്വാധീനം ചെലുത്താൻ കഴിയുക. കേന്ദ്ര സർക്കാർ ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ശ്രമം നടത്തുകയും ഹൂത്തികളുമായിട്ട് ബന്ധമുള്ള അവർക്ക് മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഇറാനെ ഉപയോഗിച്ചുകൊണ്ടൊരു ഇടപെടലൊക്കെ നടത്താനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഇങ്ങനെയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ അന്ത്യത്തിലേക്ക്, പരമാന്ത്യത്തിലേക്കും തീരുമാനത്തിലേക്കും എത്താൻ പറ്റിയില്ല എന്നതൊരു വാസ്തവമാണ്. അതാരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇത്തരം ഒരു വ്യവസ്ഥിതി ഇല്ലാത്തൊരു നാട്ടിൽ ബന്ധപ്പെടുന്നതിന് ചില പരിമിതികളുണ്ട്. ഒരു സംവിധാനത്തിന് അതിൻ്റെ കൃത്യമായ റൂട്ടിലൂടെ മാത്രമേ ചലിക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ ചില ഇടപെടലുകൾ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർക്ക് അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിലുള്ള യമനി പണ്ഡിതനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് അവിടെയുള്ള സ്വാധീനം കൊണ്ട് മാത്രമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല ആളുകളും പറയുന്നത് കേട്ടു, ഈ കാന്തപുരത്തിൻ്റെ ഈ ഒരു ഇടപെടൽ ശരിക്ക് വാസ്തവമല്ല. കാരണം ഈ സുന്നി പണ്ഡിതന് ഹൂത്തികളിൽ അല്ലെങ്കിൽ ഷിയാക്കളിൽ ഇടപെടാൻ പറ്റില്ല എന്നൊക്കെ. അത് ഏറെക്കുറെ അസ്വീകാര്യമായിട്ടുള്ളൊരു വാദം മാത്രമാണ്. ചില വിഷയങ്ങളിൽ അവിടെ അന്തർധാരകളൊക്കെ പലപ്പോഴും ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നത് മാത്രമാണ് അവിടുത്തെ ഒരു അതിൻ്റെ ഏറ്റവും ലഘുവായിട്ടുള്ള തരം. അതിനൊക്കെ പല തരത്തിലുള്ള കാര്യങ്ങളുമുണ്ട്, അതിൻ്റെ ദൂതന്മാരുടെയും. അപ്പോൾ അതൊക്കെ മറ്റൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഇവിടെ സംഘപരിവാറിൻ്റെ ഒരു അജണ്ട, ഒരു മുസ്ലിം പണ്ഡിതൻ ഈ വിഷയം കൈകാര്യം ചെയ്തത് ശരിയായില്ല. നിങ്ങൾ നോക്കൂ, അബ്ദുറഹീമിൻ്റെ വിഷയം വന്ന സമയത്ത് ഇതേ പ്രൊഫൈലുകൾ പറഞ്ഞിരുന്ന കാര്യം, ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ഈ അബ്ദുറഹീമിന് 36 കോടി രൂപ സമ്പാദിച്ചു കൊടുക്കാൻ കേരളത്തിലെ ആളുകൾ തയ്യാറായത് എന്നും. ഇതേ അവസ്ഥ തന്നെയാണ് നിമിഷ പ്രിയ കേസിലും ഇടപെടുമ്പോൾ ഇവർ പ്ലേറ്റ് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അവർക്ക് നിമിഷ പ്രിയയുടെ മോചനമല്ല മുഖ്യം, ഇവിടെ കാന്തപുരം ഇടപെട്ടതിലാണ് ഇവരുടെ പ്രശ്നം. ഇങ്ങനെ ഒരു വിഷയത്തെ കീറി മുറിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ ഇത് വളരെ വലിയ ഒരു പ്രശ്നം നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ പിടിപെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘപരിവാറൊക്കെ പുതിയ ആസ്ഥാനങ്ങളൊക്കെ കേരളത്തിൽ ഒരുക്കി, പുതിയ പടയൊക്കെ മുന്നോട്ട് വെച്ച് അവരൊരു പുതിയ രീതിയിലേക്ക് പട നയിക്കാനും കേരളം മറിച്ചിടാനും കേരളത്തിൻ്റെ സാമൂഹ്യാന്തരീക്ഷം തകർക്കാനും ഒക്കെ പല തരത്തിലുള്ള പദ്ധതികൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണ് ഒരു മുസ്ലിം പണ്ഡിതൻ മതം പറഞ്ഞുകൊണ്ട്, അങ്ങനെ തന്നെ പറയാം, മതം പറയുന്നത് മതത്തിലെ സ്നേഹവും ആർദ്രതയും സഹനവും കരുണയും സഹാനുഭൂതിയും വിട്ടുവീഴ്ചയും, അങ്ങേ അറ്റത്തുള്ള വിട്ടുവീഴ്ച. അതാണിപ്പോൾ ഈ തലാലിൻ്റെ കുടുംബത്തോട് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ മാപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ, അവരുടെ രക്തബന്ധുക്കൾ മാപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ വിഷയത്തിൽ എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ തരത്തിലുള്ള, നമ്മൾ സത്യം പറഞ്ഞാൽ കാല് പിടിക്കുക എന്ന് പറയും, ഈ കാല് പിടിക്കൽ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്
ഇതിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല തരത്തിലുള്ള രംഗപ്രവേശനത്തിനും കാത്തിരിക്കുന്ന ആളുകൾക്ക് ഇത് വലിയ തിരിച്ചടിയായി. കാരണം ഈ കേരളത്തിലെ സൗഹാർദ്ദം പുലർന്നു കഴിഞ്ഞാൽ അത് തങ്ങളുടെ അജണ്ടകളെ ബാധിക്കുമെന്നതുകൊണ്ട് അവരുടെ ആവശ്യം, അവരുടെ സൈബർ പോരാളികളെ വെച്ചുകൊണ്ട് ആ സമൂഹത്തിലേക്ക് കൂടുതൽ ഛിദ്രത വരുത്തി കഴിഞ്ഞാൽ, ഇത് മറ്റൊരു തരത്തിലുള്ള ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു വിഷയമാകുമെന്നാണ്. ഇത് സംഘപരിവാറിൻ്റെ ഭാഷ്യമാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ സുന്നി വിരുദ്ധരായിട്ടുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില ആളുകളും ഈ വിഷയത്തിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ ഇടപെടൽ എന്നറിയോ? അവർ ഈ തലാലിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഈ കേസുമായി നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ ഒക്കെ ആയിട്ട് ഒരു നേരിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇതൊരു വൈകാരിക പ്രശ്നമാണ്. ഇതൊരു വൈകാരിക പ്രശ്നം. പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശത്ത് യമനിൽ ഇത് വലിയ കോളിളക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ കോളിളക്കം എന്ന് പറയുമ്പോൾ അവിടുത്തെ ആളുകൾ ഒരു നിലക്കും ഇവർക്ക് വിട്ടുവീഴ്ച കൊടുക്കാൻ പാടില്ല, നിയമം ചോരക്ക് ചോര എന്നത് തന്നെ ഉള്ള വാശിയിലുള്ള ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അമ്മയുടെ ഒരുപാട് നാളത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഒരു സംഭവമൊക്കെയാണ്. അപ്പോൾ അവിടെയാണ് എങ്ങനെയെങ്കിലും വിട്ട് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾ പോയിട്ട് അവരുടെ നേരിട്ടുള്ള ഇൻ്റർവ്യൂ എടുക്കുന്നു, സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെടുന്നു, അവരുടെ ആ ഒരു പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികാരത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ പ്രതികാരത്തിൻ്റെ ഉത്തുംഗതി എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. അവരുടെ അങ്ങേയറ്റമുള്ള പ്രതികാരത്തിൻ്റെ ആ ഒരു മനോഭാവത്തിലേക്ക്, എരുത്തിയിലേക്ക് എണ്ണ എന്ന നിലയിൽ നമ്മളിവിടുന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് അവരവിടെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മലയാളികൾ പോലും പറയുന്നത് ഇന്ത്യക്കാരിങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിന്നെ നമ്മളായിട്ട് എന്തിനു വിട്ടുവീഴ്ച ചെയ്യണം എന്നൊക്കെ അവിടെ രണ്ട് അഭിപ്രായം കൊണ്ടുവന്ന് അതിനെ തകർത്ത് കളയാമെന്ന് മാത്രമല്ല അവരുടെ മനോവീര്യത്തിലേക്ക് കൂടുതൽ പ്രതികാരത്തിൻ്റെ, പകയുടെ, വിട്ടുവീഴ്ചയില്ലാത്ത മനോസ്ഥിതിയുടെ സംവിധാനങ്ങൾ വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ചില ആളുകൾ. ഞാൻ അതിൻ്റെയും അങ്ങേയറ്റം ഭയപ്പെടുന്നൊരു കാര്യം, യമൻ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഈ ലോകത്തിലെ തന്നെ 99% രാജ്യങ്ങൾക്കും നയതന്ത്ര ബന്ധമില്ലാത്തൊരു രാജ്യമാണ് ഈ യമൻ എന്ന് പറയുന്നത്. ഗോത്രവർഗ്ഗങ്ങളാണ്, തോക്കെടുത്ത് പരസ്പരം പോരാടുന്നവരാണ്. അവരുടെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു യമനിയുടെ പ്രൊഫൈൽ കാണാൻ ഇടയാക്കുന്നത്. ഒരു യമനിയുടെ അല്ലെങ്കിൽ യമനിലെ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ പോരാളികളായിട്ടുള്ള ആളുകളുടെയൊക്കെ വിവിധ ഗ്രൂപ്പുകളിലുള്ള ആളുകളുടെയൊക്കെ ഒരു പ്രൊഫൈൽ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് പോയി നോക്കുന്നത് തന്നെ ഇത്തരം ആളുകൾ ടാഗ് ചെയ്ത ചില വാർത്തകളുടെ ഫേസ്ബുക്കിലെ ഇതൊക്കെ പോയി നോക്കിയിട്ടാണ്. ഈ തലാലിൻ്റെ സഹോദരൻ്റേത് പോലും നമ്മൾ അങ്ങനെയാണ് പോയി കാണുന്നത്. അതിനകത്ത് വന്ന കമൻറ്റുകൾ പലതും അറബിയിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു നോക്കുകയാണ്. അവർ വളരെ വൈകാരികമായിട്ടുള്ള വിഷയം. ഇവരുടെയൊക്കെ പ്രൊഫൈൽ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മുഖം വലിയ ഷാള് അണിയുകയും അത് കയ്യിൽ തോക്കുമൊക്കെ ഏന്തി, ഇതൊന്നും കേരളത്തിന് പരിചയമുള്ളതല്ല. കേരളത്തിൽ കത്തി പോലും കൈവശം വെച്ചാൽ പരിശോധിക്കപ്പെടുന്ന നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ തോക്ക് പിടിച്ച ആളുകളുമായിട്ട് നേരിട്ട് ചില ആളുകളൊക്കെ സമ്പർക്കം പുലർത്തി. ഇത് അപകടമാണ്. ഇത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. കൂടുതൽ സമ്പർക്കത്തിനും പുതിയ സാധ്യതകൾക്കൊക്കെ സംഭവങ്ങളുണ്ടാക്കും. യമനിലെ ആടുമേക്കൽ ചർച്ചകളൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ മുമ്പ് കുറേ ചർച്ച ചെയ്ത് പോയതാണ്. അതിലേക്കൊക്കെ ആകൃഷ്ടരാക്കപ്പെടും. ഇപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഗെയിമുകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ കണ്ടിട്ടുള്ളത്. തോക്കൊക്കെ പിടിച്ചിട്ട് ആളെ കൊല്ലുന്ന പരിപാടികളൊക്കെ ഗെയിമുകളിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എവിടെയാണ് യഥാർത്ഥ തോക്ക് പിടിച്ച ആളുകളെ പിന്നെ നമ്മൾ കാണുന്നത്? മിലിറ്ററിയിലോ അങ്ങനെയൊക്കെയാണ്, പട്ടാള ക്യാമ്പുകളിലോ അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അത്തരം സെക്യൂരിറ്റി സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ തോക്ക് പിടിച്ച പട്ടാളക്കാരെ വരെ നമ്മൾ കാണുന്നത്. നേരെ മറിച്ച് തോക്ക് പിടിച്ച സാധാരണക്കാരെ ഇവിടെ കാണുകയാണ്. ഇതൊക്കെ ഇൻസ്പയർ ആകാൻ ഇടവരുത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പണിയെടുക്കുന്ന ആളുകൾ, ഇതിനൊക്കെ മറ്റു പല വശങ്ങളുണ്ട്. നിങ്ങളുടെ വൈകാരികതയ്ക്ക് കൊണ്ടുപോകേണ്ട വിഷയമല്ല. ആ നിമിഷാപ്രിയക്ക് മോചനം കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതിനായിട്ട് ഇതൊക്കെ ചെയ്യും. നമ്മൾ അതിനോടൊക്കെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരും തുടരുന്ന ആ ഒരു നിലപാടിൻ്റെ കൂടെ തന്നെ നമ്മൾ നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഈ വിഷയത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ തരത്തിലുള്ളൊരു ഇടപെടലും ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലുകൾ മറ്റൊരു മാനസിക ചിന്താഗതിയിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് മാറാതിരിക്കേണ്ടത് നമ്മളെല്ലാവരുടെയും സൂക്ഷ്മതയുടെ ഭാഗമാണ്. അത് ഇടപെട്ട ആളുകൾ എന്ന് പറയുന്നത് അത്രയും ഉന്നതമായിട്ട് ഇടപെടാൻ കഴിയുന്ന, നേരത്തെ പറഞ്ഞല്ലോ ഒരു സുന്നി പണ്ഡിതന് ഷിയാക്കളുടെ വിഷയത്തിൽ ഇടപെടാൻ പറ്റുമെന്നൊക്കെ ബാലിശകമായ ചോദ്യമാണ്. അത്യുന്നതത്തിൽ നിൽക്കുന്ന ആളുകൾ ഇടപെടുന്ന ഇടപെടലുകൾ അതിൻ്റെ രീതിയിൽ നടക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലെ മുഫ്തിമാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള നേരിട്ടുള്ള പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പൗരന്മാരെ ബന്ധപ്പെടേണ്ട എന്നൊന്നും അല്ല നമ്മൾ പറയുന്നതിനർത്ഥം. പക്ഷേ
അവരുടെ കോലവും നിലപാടും ഒന്നും നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിന് യോജിച്ചതല്ല. അതവിടെ വേറെ പ്രകൃതമാണ്. അതിന് നിങ്ങളിനി തീവ്രവാദമെന്നോ മറ്റെന്തോ എങ്ങനെ പേരിട്ട് വിളിച്ചാലും നമുക്ക് പരിചയമില്ലാത്ത രീതിയിലുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ അതിൽ ഇൻസ്പയർ ആവാനൊക്കെയുള്ള കാരണങ്ങൾ അതിന് സംഭവിച്ചേക്കുമെന്നല്ല പറഞ്ഞത്. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ഇത്തരം ലിങ്കുകളും അത്തരം ആളുകളുടെ പോസ്റ്റുകളും കമൻറ്റുകളൊക്കെ ഒഴിവാക്കുന്നതാണ് ഉചിതം. ഈ ഒരു AI കാലത്ത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ വല്ല പ്രയാസമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നൊരു പ്രയാസമില്ല. അതൊക്കെ ശരി തന്നെ, അതൊക്കെ വേറെ വിഷയം. പക്ഷേ ഈ രീതിയിലുള്ള ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ അത് നമുക്ക് അപകടമാണ്. ഇത് അപകടമാണ്. ഈ ഒരു സൂചന എല്ലാവരോടും പങ്കുവെക്കുകയാണ്. പിന്നെ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കിട്ടുന്നതൊക്കെയാണ് അവരുടെ ബോണസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഇടപെടൽ അവർക്ക് ബോണസാണ്. ഇത്തരം ബോണസുകളിൽ നിന്നാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ അസ്വസ്ഥരാണ്. കാരണം നാട് നന്നാവുകയാണല്ലോ, ഒരു ഇടപെടൽ നടക്കുകയാണല്ലോ, ഒരാൾ രക്ഷപ്പെടുകയാണല്ലോ. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രശ്നമാണ് അവരുടെ അജണ്ടകൾ. കാരണം അവർക്ക് നിമിഷാപ്രിയ കൊല്ലപ്പെട്ടാൽ എന്ത്, കൊല്ലപ്പെട്ടില്ലെങ്കിൽ എന്ത്, തങ്ങൾക്കിടെ വർഗീയമായിട്ട് ചർച്ച ചെയ്യാൻ എന്തുണ്ട്, അതാണ് അവരുടെ മാറ്റർ. ആ മാറ്ററിലേക്ക് പുതിയ സംവിധാനം ഇട്ട് കൊണ്ടുവരുന്നു. അതിൽ കുറേ ആളുകൾ എതിർക്കുന്നു, പറയുന്നു, മുന്നോട്ട് വെക്കുന്നു. ഇതാണ് അവരുടെ രാഷ്ട്രീയ വളർച്ച. ആ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി അവരെന്തും ചെയ്യും. അപ്പോൾ ആ സാമൂഹ്യ മണ്ഡലത്തെ തകർക്കുന്ന ആളുകളെ അവർ വളരെ ഭീകരമായിട്ട് ചിത്രീകരിക്കും. ഇപ്പോൾ കാന്തപുരം നാളെ ഒരു ഭീകരവാദ പട്ടികയിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് വന്ന് അത്ഭുതപ്പെടാനില്ല. കാരണം ആ തരത്തിലാണ് ഈ പ്രചാരണങ്ങളൊക്കെ ഈ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിലൊക്കെ വീഴാതെയുള്ളൊരു തലമുറ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റണം. അതോടൊപ്പം തന്നെ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ഒരു 1, 2, 3 ചിന്തകൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക്, തലച്ചോറിലേക്ക് അത് വരികയും വേണം. കാരണം ഇത് സ്നേഹത്തിൻ്റെ മതമാണ്. അതോടൊപ്പം തന്നെ വിട്ടുവീഴ്ചയുടെ, പകയുടെ, പ്രതികാരത്തിൻ്റെയൊക്കെ ആ ഒരു വിദ്വേഷത്തിൻ്റെയൊക്കെ മേഖലയിൽ നിന്ന് മാറി പരസ്പരം സഹകരിക്കുന്ന, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു മനോസ്ഥിതിയുടെ ഒരു അവസ്ഥാവിശേഷണം. കാരണം നമ്മളൊക്കെ പലരും പല രീതിയിൽ ഇടപെടുന്ന ആളുകളാണ്. അതൊക്കെ നന്മയ്ക്ക് വേണ്ടി ഇടപെടാൻ കഴിയുക എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ആ മെസ്സേജ് ഉൾക്കൊള്ളാൻ ഈ ആളുകൾ തയ്യാറാവണം.